നമുക്ക് ഈ ചൂടുകാലത്ത് ട്രിപ്പ് പോകാൻ പറ്റിയ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ലൊക്കേഷൻ കേട്ടോ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കരുവാരക്കുണ്ടിൽ തന്നെ 2-3 ലൊക്കേഷൻസ് ഉണ്ടായി. സ്വപ്നം കാണുന്ന പോലത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്വപ്നക്കുണ്ടിലേക്ക് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല. എല്ലാവരും നടന്ന് കുറച്ചൊക്കെ വഴിയൊക്കെ ആയിട്ടുണ്ട്. ഷൂവിന്റെ അടിയിൽ കണ്ടോ ഫുള്ളി ചെളിയൊക്കെ പിടിച്ചിട്ട് മഴ ഉണ്ടായിരുന്ന ചെറിയൊരു മഴ. ആ മഴ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ചെളിയൊക്കെ ഇളകിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാന ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് മോനെ എന്നിട്ടാണ് ഒരു ഫീൽ ഉണ്ടല്ലോ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ലൊക്കേഷൻ കേട്ടോ. അല്ലാത്ത മാസങ്ങളിൽ മഴക്കാലത്ത് ഇവിടെ വരാത്ത നല്ല ഒഴുക്കുണ്ടാവും. അത്യാവശ്യം നല്ല ഫോഴ്സിൽ വാട്ടറൊക്കെ ഉണ്ടാവും. അട്ടുള്ള സ്ഥലമല്ലല്ലോ, അട്ടൊന്നുമല്ല, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ലൊക്കേഷനാണ്. പക്ഷേ ഈ ഒരു സമയത്തുണ്ടല്ലോ നല്ല അടിപൊളി തെളിഞ്ഞ വാട്ടർ. എന്താണ് വ്യൂ, പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു വൈബ്, അത് നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്നു കഴിഞ്ഞാൽ ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല ക്ലിയർ ഉള്ള വാട്ടറാണ്. ഇതിലൂടെ അങ്ങനെ കുറച്ചൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂസ് കാണാം. പക്ഷെ കുറച്ച് റിസ്ക് ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ പേടിക്കണ്ട. മഴക്കാലം അടുത്ത് ഭയങ്കരമായിട്ട് പേടിക്കണം. മഴക്കാലത്ത് ഏറ്റവും സേഫ് ഇവിടെ ഇറങ്ങാത്തട്ടോ. മഴക്കാലം അല്ലാത്ത സമയത്ത് ഇവിടെ സേഫാണ്. മഴക്കാലത്ത് പറഞ്ഞാൽ കുത്തി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമായിരിക്കും. അപ്പോൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് വെള്ളം കൂടെ കുറയുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പിന്നെ എവിടെ പോയാലും ഇതിങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ അതിലേക്ക് ഇറങ്ങില്ലല്ലോ. ചാടണം കുളിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ വന്നല്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. പിന്നെ ഡ്രസ്സോ തോർത്തോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. ആഷിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. ക്യാഷ് എത്രയായാലും വേണ്ടിയില്ല. നിയർ ബൈ കടയിൽ പോയിട്ട് ഒരു തോർത്തോ ആയിട്ട് ഒറ്റ ഇന്ന് വരെ പോയ ലൊക്കേഷനിൽ അങ്ങനെ തന്നെയാണ്. വെള്ളം കണ്ട ആഷിക്ക് സേഫ് ആണെങ്കിൽ ഒറ്റ ചാട്ടം.